അന്നും ഇന്നും ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യക്ക് അടുത്ത ബന്ധമാണുള്ളത്. അതിന്റെ മുഖ്യ കാരണം പ്രവാസികൾ തന്നെ എന്നതിൽ സംശയമില്ല. ദശാബ്ദങ്ങളായി തുടരുന്ന ഈ ബന്ധം ഇപ്പോഴും സുഗമമായി മുന്നോട്ട് പോകുന്നു എന്നതിന് തെളിവാണ് രണ്ടാം തരംഗത്തിൽ ഇന്ത്യയെ അകമഴിഞ്ഞ് സഹായിച്ചത് നാം കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ മികച്ച വ്യാപാര പങ്കാളികളാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ. എന്നാൽ അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചില കല്ലുകടികൾ ഉണ്ടാകുന്നു എന്നതാണ് അറിയുവാൻ സാധിക്കുന്നത്. അത് ഇന്ത്യയെ സാരമായി ബാധിക്കും. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. കാലാകാലങ്ങളായി ഇന്ത്യ സൗദിയിലേക്ക് പലവിധ ചരക്കുകൾ കയറ്റി അയക്കുന്നുണ്ട്. എന്നാൽ സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്നത് എണ്ണയുൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങളാണ്. ഇന്ത്യയിലേക്ക് അയക്കുന്ന എണ്ണയുടെ കാര്യത്തിൽ സൗദി അറേബ്യ അടുത്തിടെ ചില സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. അതാകട്ടെ ഇന്ത്യയെ കാര്യമായി ബാധിക്കുന്നതാണ് എന്നതിൽ സംശയമില്ല. ലോകത്തെ പ്രധാന എണ്ണ കയറ്റുമതി രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയിലെ അരാംകോ ആണ് ഇതിന്റെ മുഖ്യ കേന്ദ്രം. ഇവിടെ ഇന്ത്യക്കാരായ പ്രവാസികൾ ജോലി ചെയ്തു വരികയാണ്. എണ്ണ ഉൽപാദന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കിലെ പ്രധാന ശക്തി സൗദി തന്നെ. ഒപെക്കിൽ അംഗങ്ങളല്ലാത്ത എണ്ണ രാജ്യങ്ങളും ഉണ്ട്. അവരുടെ നേതൃസ്ഥാനത്ത് റഷ്യയാണ്. അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ എണ്ണ വില നിശ്ചയിക്കുന്നതിൽ സൗദിക്കും റഷ്യയ്ക്കും മുഖ്യ പങ്കാണുള്ളത്. അതോടൊപ്പം തന്നെ ഓരോ മാസവും എത്ര കയറ്റുമതി ചെയ്യണമെന്ന പരിധി നിശ്ചയിക്കുന്നത് പോലും ഒപെക് രാജ്യങ്ങളും ഒപെക് ഇതര എണ്ണ രാജ്യങ്ങളും ചേർന്നാണ്. ആഗോള വിപണിയിലെ വില നിയന്ത്രിക്കാൻ ഇവർ ഉൽപാദനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തുകയും ചെയ്യും. ഇവരുടെ തീരുമാനങ്ങൾ ലോക സമ്പദ്ഘടനയെ തന്നെ ബാധിക്കുന്നു എന്നതാണ് പ്രധാന വിഷയം. സൗദി അറേബ്യ, റഷ്യ എന്നീ ശക്തികളിൽപ്പെടാതെ നിൽക്കുന്ന അമേരിക്കയ്ക്കും വില നിർണ്ണയിക്കുന്നതിൽ മുഖ്യ പങ്കുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ സാധിക്കുകയാണ് അമേരിക്ക ചെയ്യാറുള്ള പതിവ്. ലോകത്തെ മറ്റ് പ്രധാന ശക്തികളായ ചൈനയും ഇന്ത്യയുമെല്ലാം എണ്ണ രാജ്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി ആവശ്യം നേടാൻ ശ്രമിക്കാറുമുണ്ട്. കൂടാതെ ആഗോള എണ്ണ വിപണിയിൽ വില ബാരലിന് $70 മുകളിലാണ് ഇപ്പോൾ. ഇത് എണ്ണ ഉൽപാദക രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വില കൂടിയാകുന്നു. എന്നാൽ ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഉപഭോക്തൃ രാജ്യങ്ങൾക്ക് താങ്ങാവുന്നതിന്റെ പരമാവധിയാണ്. വില കുറയ്ക്കണമെന്നാണ് ഇന്ത്യയുടെ പ്രധാന ആവശ്യം. ഈ ആവശ്യം മുമ്പ് സൗദി അംഗീകരിക്കാത്തത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു. ഇന്ത്യ ആദ്യ കൊറോണ ലോക്ക്ഡൌൺ കാലത്ത് വലിയ അളവിൽ എണ്ണ വാങ്ങിയിരുന്നു. വില കുത്തനെ ഇടിഞ്ഞ സമയമായിരുന്നു ഇത്. ബാരലിന് $25 താഴെയായിരുന്നു അന്ന് വില ഉണ്ടായിരുന്നത്. അക്കാലത്ത് വാങ്ങി സംഭരിച്ച എണ്ണ ഉപയോഗിക്കട്ടെ, വില കുറയ്ക്കാനാകില്ല എന്ന നിലപാടാണ് മാർച്ചിൽ സൗദി സ്വീകരിച്ചത്. ഇതേ തുടർന്ന് ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ പദ്ധതിയിട്ടിരുന്നു. വില കുറയ്ക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം നിലനിൽക്കവെയാണ് സൗദി ഇപ്പോൾ വീണ്ടും വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് ജൂലൈയിൽ നൽകാനിരിക്കുന്ന എണ്ണയ്ക്ക് 20 സെന്റ് മുതൽ $1.90 വരെയാണ് വില കൂട്ടിയിരിക്കുന്നത്. 10 സെന്റ് കൂട്ടുമെന്നാണ് നേരത്തെ നിരീക്ഷകർ പ്രതീക്ഷിച്ചിരുന്നത്. സൗദി അറേബ്യയുടെ എണ്ണ കയറ്റുമതിയുടെ 60% ഏഷ്യയിലേക്കാണ്. ഏഷ്യയിൽ ഇന്ത്യയും ചൈനയുമാണ് സൗദി എണ്ണ കൂടുതൽ വാങ്ങുന്നത്. കൂടാതെ ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളും സൗദിയിൽ നിന്ന് വലിയ തോതിൽ എണ്ണ ഇറക്കുന്നുണ്ട്. ഈ രാജ്യങ്ങൾക്കെല്ലാം വമ്പൻ തിരിച്ചടിയാണ് സൗദി അരാംകോയുടെ പുതിയ തീരുമാനം. സൗദി 5 ഗ്രേഡുകളായാണ് ഏഷ്യയിലേക്ക് എണ്ണ നൽകാറ്. ഇതിൽ 4 ഗ്രേഡുകൾക്കും വില കൂട്ടിയിട്ടുമുണ്ട്. യൂറോപ്പിലേക്കും എല്ലാ ഗ്രേഡുകൾക്കും വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതേസമയം അമേരിക്കയിലേക്കുള്ള എണ്ണയ്ക്ക് വില കൂട്ടിയിട്ടുമില്ല. ഇവർക്ക് ജൂണിലെ വില ജൂലൈയിലും തുടരുന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് സൗദിയുടെ ഈ തീരുമാനം. ഇന്ത്യയിൽ എണ്ണവില കുത്തനെ ഉയരുകയാണ്. ദിവസവും വില വർദ്ധിക്കുന്നുമുണ്ട്. കേരളത്തിലെ ചില ജില്ലകളിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെട്രോൾ വില $100 കടന്നിരിക്കുന്നു. ഡീസൽ വിലയും കുതിച്ചുയരുകയാണ്. ഇതാകട്ടെ ചരക്ക് കടത്തിനെ സാരമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല. യാത്രാ ചിലവും വർദ്ധിക്കുകയും ചെയ്യും. അവശ്യവസ്തുക്കൾക്ക് വില ഉയരാനും ഇടയാകും. രാജ്യത്തെ ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നു എന്നതാണ് പ്രധാന വെല്ലുവിളി എന്നത്. ഇതിനായി സൗദി തന്നെ കനിയണം എന്നതാണ് പ്രവാസികൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. സൗദി അറേബ്യ ഇത്തരം വാശികൾ വീണ്ടും തുടരുകയാണെങ്കിൽ തന്നെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുത്തനെ ഉയരുമെന്നതിൽ സംശയമില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.